ലാംബ്രാട്ടി, 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 ലാംബ്രാട്ടി. എന്താണ് ഈ വിളിയുടെ അർത്ഥം? വീട്ടുടമസ്ഥനെ പാപ്പനെന്നും ഉടമസ്ഥയെ പാപ്പാത്തിന്നും അവർ വിളിക്കാം. ഞാൻ ഇളയമ്പ്രാൻ, താൻ ഇളയ യജമാനത്തി ഇളയമ്പ്രാട്ടി. പ്രിയപ്പെട്ട ഗീതയ്ക്കും സുബൈദയ്ക്കും, എടികളെ കഴുതകളെ, ഞാനിവിടെ ഇളയ തമ്പുരാട്ടിയാണ്, നിങ്ങളെപ്പോലെ വീട്ടുവേലക്കാരിയല്ല. എനിക്ക് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നാ മതി. ഇപ്പൊ തന്നെ നോക്കിയേ, ഒരു പണിച്ചു കൊണ്ടുതന്ന പേരയ്ക്ക ഞാൻ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുക. വയനാട്ടിലെ പേരയ്ക്കകൾക്ക് പൊള്ളുന്ന തണുപ്പാ, ഇരട്ടി മധുരവും. അവിടെ വിരൽ വണ്ണത്തിലുണ്ടാവുന്നത് ഇവിടെ തുടവണ്ണത്തിലാണ്. കൊടുത്ത് വെക്കണം കഴുതകളെ. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. അതെ, നീ ഇവിടെ നിന്നാ മതി. പണിച്ചിക്കാളിക്ക് വസൂരി ദീനമാ, കുട്ടിയോട് കാണാൻ പാടില്ല. ഞാൻ വേഗം വരാട്ടോ. അവിടെ ഇരുന്നു, ഞാൻ കുളിച്ചിട്ട് വരേ. ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ്, നെല്ലുകുത്ത് കഴിഞ്ഞ്, ചക്കനുറുക്ക് കഴിഞ്ഞ്, വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ്, അയൽവീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു സുമിത്രേച്ചി. സുമിത്രേച്ചി, കോളേജ് കുമാരൻ എത്തിയോ? നിനക്ക് എത്ര ദിവസം അവധിയുണ്ട്? ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി. ആഹാ, പറ പറ പറ, എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങള്? പട്ടണത്തിൽ നിന്ന് നല്ല ചന്തക്കാരി പെൺകുട്ടികള് നിന്റെ ക്ലാസ്സിലുണ്ടോ? അതൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സുമിത്രേച്ചിയുടെ അത്രയും വരില്ല. സൂചിപ്പിക്കല്ലേ, കോളേജ് കയറിയപ്പോഴത്തേക്കും വിദ്യകളൊക്കെ പഠിച്ചു അല്ലേ? അയ്യോ ഇല്ല ചേച്ചി, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. സുമിത്രേ, ഓ നീ ഇരിക്കേ, ഞാനിപ്പോ വരാം. പുരുഷ പഴയമാരി ചെറിയ കുട്ടിയല്ല, അവനുമായിട്ടുള്ള നിന്റെ കെട്ടിമറിച്ച് കുറച്ച് കൂടുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് അത് ഇതും പറയിക്കണ്ട. വാസുട്ടാ, പതുക്കെ പറയേ, അവൻ കേൾക്കും. വേണ്ടാതീനം പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. കാണിക്കാം, പറയാൻ പാടില്ല. ഞങ്ങളുടെ KKP സാർ എങ്ങനെയാന്നോ, ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കാം. ആണോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പൊടിയാടുന്നു.
ഞങ്ങളുടെ പി ടി സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ചു മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധാക്കല്ലേ മാധവൻകുട്ടി. എന്താ തൊട്ടാൽ എന്താ ഉണ്ടാവാ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്. കഴുതേ, നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പോടാ അസത്തെ. സൂത്രക്കുട്ടി, നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്? ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്? ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല കാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. ആ, അത് പോട്ടെ. ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ 5-ാം കാലില്ലേ? ആ, അത് തന്നെ. അത് വലുതായി വരുന്നു. അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്തു നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളുടെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തല കുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്? നമ്മുടെ ഔട്ട് ഹൗസിന്റെ 2-ാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, EMS അല്ല AKGയെ, യേശുദാസിനെ അല്ല AM രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും മുരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര പൊതു. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. വലിക്കോ? വടക്കിനിപ്പുര നഷ്ടപ്പെട്ടല്ല എനിക്ക് അധിക സങ്കടം. നമ്മൾ ചുവപ്പന്മാരുടെ ഒരു ഒളിത്തവളായിരുന്നു അത്. എന്നാലും ഗീതേ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ. ജനലഴികളിൽ കാല് കയറ്റി വെച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. സുമിത്രേ, പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മളെ കാണാന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ. ൊരു ദിവസം ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്.
നാളെ ഞാനാ പറഞ്ഞ കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം പട്ടര് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി, നിന്നെപ്പോലൊരു നിർവികാരി അച്ഛനായാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ. എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. ഈ വിവരമറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നിന്നെ കാണണം. വന്നിരിക്കട മോനെ, ഇത്തവണ ഞാനടിക്കും. ഇത്തവണയും ഞാൻ ജയിച്ചു. തോൽക്കാനാ നിനക്ക് യോഗം. വെക്കടോ റൗണ്ട് കൂടെ. എനിക്കും ജയിക്കാൻ പറ്റുമോ നോക്കണല്ലോ. ആ വെക്കേ. ഈച്ചയ്ക്ക് ബീഡി വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല. ഒരീച്ച പോലും വന്നിരിക്കാത്ത, ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം